അതെല്ലാം എല്ലാം കൂടി പരിശോധിച്ചോട്ടെ, പുതിയതും പഴയതും എല്ലാം കൂടി വരട്ടെ. അത് എല്ലാം കയ്യും കണക്കുണ്ടാവും. ഇന്നലെ പറഞ്ഞത് മറുപടി എല്ലാറ്റിനും കൃത്യമായി കയ്യും കണക്കും ഉണ്ടാവും. കോടതിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇനി അതിന്റെ പൂർണ്ണമായ രൂപം വരും. രൂപം വന്നതിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യാം. പകുതിയായിട്ട് ചർച്ച ചെയ്യേണ്ടെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ആവശ്യമില്ലാതെ ചർച്ചയ്ക്ക് പോകേണ്ട കാര്യമില്ലേ. നമുക്കതിൻ്റെ അകത്ത് യാതൊന്നും മറച്ചു വെക്കാനില്ല. അത് ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഹൈക്കോടതിയുടെ മുമ്പിൽ സമർപ്പിച്ചതാണ്. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും വന്നതിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യാം. ഏത് ഓഡിറ്റ് റിപ്പോർട്ട്? അല്ല, ആര് നടത്തിയ റിപ്പോർട്ടെന്ന് പറയുന്നത്? ആര്? ആ സ്വകാര്യവൽക്കരണം. എന്താ പറഞ്ഞ മനസ്സിലായില്ല നിങ്ങൾ? എന്ത് സ്വകാര്യ ഓഡിറ്റാണ്? ഈ കണക്കുകളൊന്നും കൊടുത്ത കണക്കല്ല, കൃത്യമായ കണക്കല്ല. അത് എസ്റ്റിമേറ്റ് ആണ്. അതിനുശേഷമുള്ള കണക്ക് പറയുന്നുണ്ട്. ആ കണക്ക് വരട്ടെ, എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. എന്തിനാ ഇത്ര മനോരമകളുടെ വെപ്രാളം കാണിക്കേണ്ട കാര്യം? അവർക്ക് രാഷ്ട്രീയമായ കാര്യമാണ്. അതിനോടൊന്നും മറുപടി പറയേണ്ട ഉത്തരവൊന്നും ഞങ്ങൾക്കില്ല. ഇന്നും ഇന്നലെയും എല്ലാം കുറെ ദിവസമായി തുടങ്ങിയിട്ട് അത് ഈ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ ഇതിൻ്റെ അകത്ത് കേസ് കൂടി പാളയും അതുപോലെ തന്നെ കൊടിമരവും എല്ലാം കൂടി ചേർന്ന് ചോദ്യം ചെയ്യലും കേസും എല്ലാം വന്ന സ്ഥിതിയിൽ എങ്ങനെയെങ്കിലും ഇത് മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ വർക്കാണെന്ന് ആർക്കാ അറിയാത്തത്? അതിന് അയ്യപ്പ സംഗമം ഒരു പേരും പറഞ്ഞിട്ട് ഓരോ വാർത്ത ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തെറ്റായ വാർത്തകളാണ്. അത് വാർത്ത ശരിയായിട്ട് വരട്ടെ, വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ശരിയല്ല. അതെ അല്ല, തെറ്റാണ്. അങ്ങനെ എഴുതിക്കും. നാളെ ഒരു വാർത്തയും കൂടി വരട്ടെ. മനോരമക്ക് വേറെ പണിയൊന്നുമില്ല. ഇത് തന്നെയാണ് ഈ UDFന്റെ ചാവറാണ് ഈ മനോരമ എന്ന് പറയുന്നത്. ചാവർ പടയുടെ എന്ത് വൃത്തികേട് എഴുതാനും, എന്ത് വൃത്തികേട് എഴുതിയാൽ അത് വൃത്തികേടാണെന്ന് സമ്മതിക്കാതെ തുടർച്ചയായിട്ട് അത് എഴുതാനും ഒരു മടിയില്ലാതെ ഒരു പത്രം. ഇതുപോലെ ലോകത്ത് തന്നെ അപൂർവമായിരിക്കും മനോരമേനെ പോലെ. നിങ്ങൾ മനോരമയാണോ? അതാണ്. ചോദ്യം കേട്ടാൽ തന്നെ മനസ്സിലാവും മനോരമ. എന്തിനാണ് ഇമാതിരിയുള്ള വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഒരു തീർച്ചമൂർച്ച വന്ന് അതിന് ശേഷമുള്ള മാന്യമായിട്ടൊരു വാർത്ത കൊടുത്താൽ പോരെ. ഇത് പകുതി വന്ന വാർത്തയായിട്ട് ഇന്നലെ ഒരു വാർത്ത, ഇന്ന് വേറൊരു വാർത്ത, മറ്റന്നാൾ വേറൊരു വാർത്ത. ഇങ്ങനെ വാർത്ത കൊടുക്കുന്നത് ജനങ്ങളെ പറ്റിക്കാനാണ്, ജനങ്ങളെ വഞ്ചിക്കാനാണ്. നിങ്ങൾ പത്രധർമ്മം എന്ന് പറയുന്നത് UDFന് വേണ്ടി ശരിയായ രീതിയിൽ നിങ്ങൾ അതും അവരുടെ നേരെ വരുന്ന കേസിനെ മാറ്റി മറക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പുകമറയാണ് മനോരമ. എല്ലാം വരട്ടെ. ഞങ്ങൾക്ക് അതിൻ്റെ അകത്തൊന്നും മൂടി വെക്കാനൊന്നുമില്ല. അത് അവിടെ നോക്കട്ടെ. കേസ് പ്രതികളല്ലേ ഇവരെല്ലാം കേട്ടോ. ഇന്നൊരു മുരാരി ബാബു ആരെന്ന് എല്ലാവർക്കും അറിയാലോ.